നമസ്കാരം. ജൂതന്മാർ തിങ്ങിപ്പാർക്കുന്ന ജൂതരാഷ്ട്രമായ ഇസ്രായേലിനെയും ഞങ്ങൾ തകർക്കും, മുച്ചൂടും മുടിക്കും, കത്തിച്ച് ചാമ്പലാക്കും എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി കാലാകാലങ്ങളായി ഭരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രമായ, ഇസ്ലാമിക തത്വശാസ്ത്രമനുസരിച്ച് ഭരിക്കുന്ന ആയത്തുള്ള ഖൊമേനിയുടെ ഇറാൻ ഇസ്രായേലിന് എന്നും ഒരു ഭീഷണി തന്നെയായിരുന്നു. ആണവ നിരായുധീകരണ, ആണവ നിർവ്യാപന ചട്ടം ഇറാൻ പാലിക്കുന്നില്ല, അല്ലെങ്കിൽ ആണവ നിരായുധീകരണത്തിന് ഇറാൻ തയ്യാറല്ല എന്ന ഇറാൻ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ ഇസ്രായേലിന് ഭീഷണിയാകും, ലോകത്തിന് ഭീഷണിയാകും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ആണവായുധ നിർവ്യാപന നിരായുധീകരണ നിയമം കണക്കിലെടുത്തുകൊണ്ട് അത് കയ്യിൽ വെച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ച് മുച്ചൂടും മുടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യ അക്ഷരാർത്ഥത്തിൽ തന്നെ കലാപകലുഷിതമായിരിക്കുന്നു, കത്തി എരിയുന്നു. എന്നാൽ ഇത് പശ്ചിമേഷ്യയുടെ മാത്രം യുദ്ധമായി പര്യവസാനിക്കില്ല. ഈ യുദ്ധം കഴിയുന്നതോടുകൂടി ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾക്ക് ഈ യുദ്ധക്കെടുതി അനുഭവിക്കേണ്ടതായി വരും. ഇപ്പോൾ തന്നെ ലോകം ഇന്ധന ക്ഷാമത്തിന്റെ ഭീഷണിയിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളിലേക്ക് ഇന്ധനം ഒഴുകുന്നത് ഹോർമിസ് കടലിടുക്കിലൂടെ തന്നെയാണ്. ആ കടലിടുക്ക് ഇറാന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. ആ സമുദ്രാതിർത്തി കടക്കണമെന്നുണ്ടെങ്കിൽ ഇറാന്റെ ഹോർമിസ് കടലിടുക്കിലൂടെ വേണം കടന്നു പോകണമെങ്കിൽ. അവിടെ ഇറാൻ ആ കടലിടുക്ക് അടക്കുകയാണെങ്കിൽ ലോകം ഇന്ധന ഭീഷണി നേരിടും എന്നുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അതിന്റെ ദുരന്തം ലോകം എമ്പാടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയ പ്രതിസന്ധിയാവും, ഭീഷണിയാകും. എന്നാൽ യുദ്ധം ഇപ്പോൾ പശ്ചിമേഷ്യ വിട്ട് ദക്ഷിണേഷ്യയിലേക്കും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ശ്രീലങ്കൻ സമുദ്രാതിർത്തിയിൽ വെച്ച്, പശ്ചിമേഷ്യയിൽ വെച്ച് US-ന്റെ അന്തർവാഹിനിയിൽ നിന്നും ടോർപിഡോയിൽ നിന്നും വിക്ഷേപിച്ച മിസൈലേറ്റ് ഇറാന്റെ നാവികസേനയുടെ കപ്പൽ തകർന്ന് ഏതാണ്ട് 87 പേർ മരിച്ച സംഭവം സൂചിപ്പിക്കുന്നത്. ഇറാൻ നാവികസേനയുടെ കപ്പലിൽ 180-ൽ പരം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള അറിവാണ് ഇപ്പോൾ വരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ശ്രീലങ്കയുടെ സമുദ്രാതിർത്തിയിൽ വെച്ചാണ് ഇത് നടന്നത് എന്ന് പറയുമ്പോൾ, ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ച് വിശാഖപട്ടണത്ത് നാവികാഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇറാൻ മടങ്ങുന്ന വഴിയാണ് ശ്രീലങ്കയുടെ സമുദ്രാതിർത്തിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്കയുടെ അന്തർവാഹിനിയായ ടോർപിഡോയിൽ നിന്നുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാന്റെ കപ്പൽ മുങ്ങുന്നത്. 87 പേരുടെ മൃതദേഹം ഇതിനോടകം തന്നെ കണ്ടെത്തിയിരിക്കുന്നു. 37 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷിച്ചിരിക്കുന്നു. ഇനിയും 61 പേരെ കണ്ടെത്താനുണ്ട് എന്ന് പറയുമ്പോൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആലോചിക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ടോർപിഡോ മോഡലുള്ള ഒരു ആക്രമണം അമേരിക്ക നടത്തുന്നത് എന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ യുദ്ധം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ, മധ്യസ്ഥതയ്ക്ക് വഴങ്ങിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ആണവ നിരായുധീകരണത്തിനും നിർവ്യാപനത്തിനും ഇറാൻ മുൻകൈയെടുത്ത് ആണവ നിരായുധീകരണത്തിനും നിർവ്യാപനത്തിനുമുള്ള കരാറിൽ ഒപ്പുവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ നാമശേഷമായി തീരും, ഇറാനെ മുച്ചൂട് മുടിക്കും എന്ന് തന്നെയാണ് അമേരിക്ക അറിയിച്ചിട്ടുള്ളത്. ഇസ്രായേലിന്റെ ആവശ്യം തന്നെയാണ് ഇത്. കാരണം ഇറാനെ പോലുള്ള ഒരു രാഷ്ട്രത്തിന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെങ്കിൽ, അതായത് ആണവായുധം ഉണ്ടെങ്കിൽ, തീർച്ചയായും അവർ അത് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിടും, ഇസ്രായേൽ കത്തിച്ചാമ്പലാകും എന്നുള്ളത് ഇസ്രായേലിനറിയാം. പക്വതയില്ലാത്ത ആളുകളുടെ കയ്യിൽ പടക്കോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം? അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടന്റെ കയ്യിൽ തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചുറ്റുപാട് നിൽക്കുന്ന എല്ലാവരെയും വെടിവെച്ച് കൊല്ലും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ അവസ്ഥ. ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിന്റെ 2-ാം ദിവസം തന്നെ, അഥവാ 48 മണിക്കൂർ പിന്നിടും മുമ്പ് തന്നെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖൊമേനിയെയും സംഘത്തിലുള്ള ആയത്തുള്ള ഖൊമേനിയുടെ ഒപ്പമുള്ള 40 പേരെയും കാലപുരിക്ക് അയച്ചുകൊണ്ട് തന്നെയാണ് യുദ്ധം സമാരംഭം കുറിച്ചത്. ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ വിജയം കൈവരിച്ചു എന്ന് വേണമെന്നുണ്ടെങ്കിൽ അവകാശപ്പെടാൻ. കാരണം യുദ്ധം തുടങ്ങി 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഇറാന്റെ പരമാധികാരിയെ തന്നെ വധിച്ചുകൊണ്ട് തന്നെയാണ് യുദ്ധം മുന്നേറുന്നത്. അമേരിക്കയും ഇസ്രായേലും കൈയോട് കൈ ചേർന്ന് ചെയ്യുന്ന ഈ യുദ്ധത്തിൽ ലോകത്തുള്ള മറ്റ് രാഷ്ട്രങ്ങളുടെയും പിന്തുണ അവർക്കുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും വിനാശകരമായ മറ്റൊരു തലത്തിലേക്ക് യുദ്ധം ചെന്നെത്തും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടതായി വരും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കൻ സമുദ്രാതിർത്തിയിൽ വെച്ച് ഇറാൻ നാവികസേനയുടെ കപ്പൽ അമേരിക്കൻ ടോർപിഡോ തകർത്തതിൽ ഇന്ത്യ ഇതുവരെയും ഔദ്യോഗികമായ യാതൊരു തരത്തിലുള്ള അഭിപ്രായവും അറിയിച്ചിട്ടില്ല. വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് ഇന്ത്യ ഈ യുദ്ധമുഖത്ത് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ. ആരെയും പിന്തുണയ്ക്കുകയോ ആരെയും തള്ളുകയോ ഇന്ത്യ ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല. ലോകത്ത് സമാധാനമാണ് ആവശ്യം. ചർച്ചകളിലൂടെയാണ് ഇത്തരം എന്ത് വിഷയമായാലും പരിഹരിക്കേണ്ടത്, ആയുധങ്ങളിലൂടെയല്ല, യുദ്ധത്തിലൂടെയല്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള നയം. ഇറാൻ ഇന്ത്യയുടെ വളരെ അടുത്ത നല്ല സുഹൃത്താണ്. അതുപോലെ തന്നെ US-ഉം ഇസ്രായേലുമായി ഇന്ത്യ നല്ല ബന്ധം തന്നെയാണ് പുലർത്തുന്നത്. ഈ യുദ്ധത്തിന് തൊട്ട് മുൻപ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുകയും നെതന്യാഹു ഉൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാർ പ്രധാനമന്ത്രിയെ എയർപോർട്ടിൽ നിന്ന് തന്നെ റെഡ്
കാർപ്പറ്റ് വിരിച്ച് സ്വീകരിച്ചാണ് അവരുടെ സെനറ്റിൽ കൊണ്ടുപോയതും പ്രസംഗിപ്പിച്ചതുമെല്ലാം. ഇത് മറക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ഇസ്രയേലും ഇറാനും യുഎസുമായും ഇന്ത്യ നല്ല ബന്ധം തന്നെയാണ് പുലർത്തുന്നത്. ഈ അടുത്ത കാലത്ത് തീരുവ ചുങ്കത്തിന്റെ പേരിൽ മാത്രമാണ് അല്പമെങ്കിലും അമേരിക്കയുമായി ഇന്ത്യക്ക് ഒരു അസ്വാരസ്യം ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഇന്ത്യയുടെ നല്ല സൗഹൃദ രാഷ്ട്രങ്ങളിൽപ്പെട്ട രാജ്യം തന്നെയാണ് അമേരിക്ക. ഇവിടെ ഇറാന്റെ എണ്ണ ശേഖരം കവർന്നെടുക്കുക എന്നുള്ളതിലുപരിയായി ഇസ്രയേൽ പോലുള്ള ഒരു ചെറിയ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെയാണ് ഇറാനെ ആക്രമിക്കുന്നതിന് കാരണമായി രാഷ്ട്രതന്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇറാൻ ആണവ ശക്തിയായി തീരുകയാണെങ്കിൽ ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കുക എന്നുള്ള അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ആണവായുധം ഇസ്രായേലിലേക്ക് അവർ പ്രയോഗിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ എല്ലാവിധ സൈനിക ശേഷിയും നശിപ്പിക്കുന്ന തരത്തിലേക്ക്, അഥവാ ഇറാനെ ഈ പൊതു സമൂഹത്തിൽ നിന്നും ഭൂപടത്തിൽ നിന്നും തുടച്ചു മാറ്റുന്ന രീതിയിലുള്ള യുദ്ധവുമായി അമേരിക്കയും ഇസ്രായേലും മുന്നിട്ടിറങ്ങിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അമേരിക്കയും ഇസ്രായേലും ഇറാനും ചേർന്നുള്ള യുദ്ധമായിരിക്കില്ല ഇത് എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുള്ള US എംബസികൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്തറിലേക്കും യമനിലേക്കും സൗദിയിലേക്കും കുവൈറ്റിലേക്കുമെല്ലാം നിർബാധം ഇറാന്റെ മിസൈലുകൾ പതിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു രാജ്യങ്ങൾ ഇറാന്റെ മിസൈലുകൾ പ്രതിരോധിച്ച് വീഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയോടും ഇസ്രായേലിനോടും ഒപ്പം നിന്ന് ഇറാനെതിരെ പൊരുതുന്ന കാഴ്ചയാണ് വരും നാളുകളിൽ കാണാൻ കഴിയുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇറാന്റെ ഇത്തരം നടപടികളിലൂടെ ലോകത്തുള്ള തുർക്കി ഒഴികെ ഒരു രാജ്യവും, അല്ലെങ്കിൽ യമൻ ഒഴികെ മറ്റൊരു രാജ്യവും പ്രതികരിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് വേണ്ടിയാണ് ഇറാനെ അടിച്ചൊതുക്കുന്നത് എന്നുള്ള ചില വാർത്തകൾ ലോകവ്യാപകമായി മാധ്യമങ്ങളിൽ വരുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെയാണ് ഈ യുദ്ധത്തിന് അടിസ്ഥാനം, ആധാരം എന്ന് തന്നെയാണ് ലോക രാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ചെറിയ ഒരു രാജ്യമായ ഇസ്രായേലിനെ ചുട്ടുകരിക്കാനുള്ള ആണവായുധം ഇറാൻ ഉണ്ടാക്കുകയാണെങ്കിൽ, തീർച്ചയായും ആണവശേഷിയായി ഇറാൻ മാറുകയാണെങ്കിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് അത് വലിയ ഭീഷണിയാണ്. ആ ഭീഷണിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി തന്നെയാണ് അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രായേൽ ഇത്തരം ഒരു യുദ്ധത്തിന് ഇറങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്നലെ കൂടിയ അമേരിക്കൻ സെനറ്റും ആദ്യമെല്ലാം യുദ്ധത്തെ എതിർത്ത് ട്രംപിനെ എതിർത്തുകൊണ്ട് സംസാരിച്ച അമേരിക്കൻ സെനറ്റിന്റെ ഭൂരിപക്ഷം ആളുകളും ട്രംപിന് അനുകൂലമായി യുദ്ധത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുവാൻ ട്രംപിന് അനുവാദം നൽകിയതോടുകൂടി ഇനി യുദ്ധമുറയിൽ എന്ത് തന്ത്രങ്ങളും ശൃഗാല തന്ത്രങ്ങളും ട്രംപ് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ആദ്യ നടപടി എന്നോണം തന്നെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കൻ സമുദ്രാതിർത്തിയിൽ വെച്ച് ഇറാന്റെ നാവികസേനയുടെ കപ്പൽ അമേരിക്കൻ ടോർപിഡോ ആക്രമണത്തിലൂടെ മുക്കിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇനിയും ഈ യുദ്ധം ലോകവ്യാപകമായി വ്യാപിക്കുകയാണെങ്കിൽ അതിന്റെ പരിണിത ഫലം പ്രഖ്യാപനത്തിന് അതീതമായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖൊമൈനി കൊല്ലപ്പെട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന്റെ ചടങ്ങുകളിലേക്ക് ഇറാൻ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യമെല്ലാം ഇറാന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു പ്രതികരണം ആയത്തുള്ള ഖൊമേനിയെ വധിക്കുന്നതിന് മുമ്പ് ഇറാനും അമേരിക്കയ്ക്കും തക്കതായ തിരിച്ചടി നൽകിയതിനു ശേഷം, അതായത് പകരം വീട്ടിയതിനു ശേഷം മാത്രമായിരിക്കും ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖൊമേനിയുടെ രക്തത്തിന് പകരം ചോദിച്ചതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുക എന്നുള്ളതാണ് ഇറാനിൽ നിന്നും ആദ്യം വന്ന വാർത്ത. എന്നാൽ ഇപ്പോൾ ഇറാനിൽ ആയത്തുള്ള ഖൊമേനിയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ആലോചനകൾ നടക്കുന്നു, അതിന്റെ പരിപാടികൾ ഊർജിതമായി നടക്കുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത്. എന്തായാലും ലോകം എത്രയും പെട്ടെന്ന് അശാന്തിയിൽ നിന്നും രക്ഷ നേടത്തെ ശാന്തിയുടെ പർവ്വത്തിലേക്ക് നടന്നെടുക്കട്ടെ, യുദ്ധം തീരട്ടെ. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, മനുഷ്യക്കുരുതി ഒഴിവാക്കട്ടെ. 1600-ലധികം പേരാണ് ഇതിനോടകം ഇറാനിൽ വധിക്കപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇനിയും മനുഷ്യക്കുരുതി ഉണ്ടാകാതിരിക്കട്ടെ, സ്ഥാവര ജംഗമ വസ്തുക്കളൊന്നും തന്നെ നശിക്കാതിരിക്കട്ടെ, മറ്റൊരു പലസ്തീനായി ഇറാൻ മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി കാത്തിരിക്കാം.